ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു സർക്കാർ. ഇപ്പോഴിതാ അവിടെ നിന്ന് പുതിയൊരു വാർത്ത കേൾക്കുന്നു. ഈ പറയുന്ന രീതിയിൽ 18-ാം പടിക്ക് താഴെയുള്ള ഈ ദ്വാരപാലകരുടെ ശില്പം കാണാനില്ല. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പ്രകാരം ശബരിമലയിലെ ഒരു വസ്തുക്കളും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, എന്ത് അറ്റകുറ്റപ്പണികളും അവിടെ വെച്ച് നടത്തണമെന്നാണ്. കോടതിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ ശബരിമലയിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. അപ്പൊ അയ്യപ്പ സംഗമത്തിന് മുമ്പ് എന്തൊക്കെയാണ് സാർ ശബരിമലയിൽ നടക്കുന്നത്? ഇത് വളരെ ഗൗരവമുള്ള സംഭവമാണ്. ഒത്തിരി മാനങ്ങൾ ഇതിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹമാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ഉദ്യോഗസ്ഥനാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിയമവിരുദ്ധമായി ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് അവിടെ ഭരിക്കുന്നവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെ ബലമായിട്ടാണെങ്കിലും കടന്നു ചെല്ലാൻ കപ്പാസിറ്റി ഉള്ള ചില ഉന്നതന്മാര്, ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളാകാം, തിരുവാഭരണ കമ്മീഷണറാകാം, ഇതിന്റെ തന്ത്രിയെ വരെ അവരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഒരു അറിയിപ്പ് മാത്രമേ ഉള്ളൂ. തന്ത്രിയുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞങ്ങൾ ഇത് നന്നാക്കാൻ കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. കേരളത്തിന് പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. ശബരിമലയ്ക്ക് പുറത്തേക്ക് ആ പരിധി വിട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ കോടതിയിലെ ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒന്നാലോചിക്കണം, ഇവര് ശബരിമല നന്നാക്കാൻ പോവാന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത് ഈ തിരുവാഭരണ അവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിയെ പറ്റിയുള്ള വാർത്ത വന്നപ്പോൾ 2-3 പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു, ആ നിധിയൊക്കെ കണ്ടുകിട്ടി നാട്ടിൽ മെഡിക്കൽ കോളേജോ എഞ്ചിനീയറിംഗോ പാലം പണിയാൻ ഉപയോഗിക്കണം. പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റിയാസിന്റെ പാലം, ഏത് സമയത്തും പൊളിഞ്ഞു വീഴുന്ന പാലം പണിയാം. ആ സ്വത്തൊക്കെ നാടിന് പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാതെ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇവർ വിനിയോഗിക്കുന്നത് ഇവരുടെ സ്വന്തം കാര്യത്തിനാണ്. ഇത് എന്തുമാത്രം കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്തെങ്കിലും ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റുമോ? ദേവസ്വം ബോർഡ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് എന്താണ് കേട് പറ്റിയത്? ആരാണ് കേട് റിപ്പോർട്ട് ചെയ്തത്? ആരാണ് ഇത് നന്നാക്കാൻ പോകുന്നത്? അവർക്ക് അതിന്റെ ക്രെഡൻഷ്യലുണ്ട്. ആർക്കെങ്കിലും കൊടുക്കാവോ? എത്രയോ കാര്യങ്ങൾ ഉത്തരം കിട്ടണമുണ്ട്. ഈ ശബരിമല ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മറച്ചു വിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെ മറച്ചു വിൽക്കാനാണോ കൊണ്ടുപോയി അറിയില്ല, നന്നാക്കാനാണെന്നാ പറയുന്നത്. ഇത്രയും മാറ്റമുള്ള സ്വർണ്ണമാണ് എന്താ തിരിച്ചു കൊണ്ടുപോയി നാട്ടുകാരെ അറിയിക്കുന്നത്? നാട്ടുകാരെ വേണം, ഉദ്യോഗസ്ഥരെ എല്ലാവരും അറിയിക്കുന്നത്. എന്തുമാത്രം സ്വർണ്ണമാണ് കൊണ്ട് പൊളിച്ചോണ്ട് പോയിരിക്കുന്നത്, അത് എന്ന് തിരിച്ചു കിട്ടും, ഏത് ഏജൻസിയാണ് നന്നാക്കുന്നത്, ഇതെല്ലാം പറയണ്ടേ? എന്തുകൊണ്ട് കോടതിയുടെ പെർമിഷൻ മേടിച്ചില്ല എന്നുള്ള മൗലികമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു ബാധ്യത. അല്ലെങ്കിൽ ഇതിന് പറയാവുന്ന ഒറ്റ വാക്കേ ഉള്ളൂ: കൊള്ള. ദേവസ്വം മുതൽ അയ്യപ്പന്റെ മുതൽ കൊള്ളയടിക്കായിരുന്നു ഇവര്. നിയമവിരുദ്ധമായി ഒരു ട്രഷറി ഉദ്യോഗസ്ഥൻ അവിടുത്തെ പണമോ എന്തെങ്കിലും നല്ല കാര്യത്തിലാണ് പുറത്തേക്ക് കൊണ്ടുപോയാൽ പോലും അത് നിയമവിരുദ്ധമാണ്, കളവാണ്, മോശമാണ്. ആ രീതിയിൽ ഇതിനെയും കാണണ്ടേ? തന്ത്രിയാണ് മോട്ടിച്ചെങ്കിൽ തന്ത്രിയെ പിടിക്കണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് മോട്ടിച്ചെങ്കിൽ അങ്ങനെ പിടിക്കണ്ടേ? അങ്ങനെ എഴുത്തും കൊണ്ട് നടക്കാണ് സംഗമത്തിന്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാന്നിധ്യത്തിലാണോ സ്വീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവര് കോടിക്കണക്കിന് ഭക്തരെ പോലും അറിയാതെ അയ്യപ്പനെ അവിടെ നിന്ന് നാട് കടത്തു. അല്ല, അയ്യപ്പനെ നാട് കടത്താൻ ആഗ്രഹിക്കുന്നവർ കുറെ ആൾക്കാരെങ്കിലും ഉണ്ടാകും. ബിന്ദുമണിക്ക് കൊടുത്തു വിട്ടാൽ മതി. ബിന്ദുമണിയെ പോലുള്ളവരെ കൊണ്ടുവരാനും കയറ്റാനും നടക്കുന്നവരെ അയ്യപ്പൻ എങ്ങനെയായാലും അവിടെ ചെന്ന് തൊഴുവാം. ഒരു കരിങ്കല് കൊണ്ട് വെച്ചാൽ മതി. ആ വിഗ്രഹം വിൽക്കാൻ വേണമെങ്കിൽ. എന്നിട്ടും തത്വം പറയാം, അയ്യപ്പൻ സാധാരണക്കാരനാണ്, അതുകൊണ്ട് സാധാരണക്കാർക്ക് കൊടുത്തെന്ന് പറയാം. ഇതിന് 100 ന്യായീകരണം വരും. എന്ത് അവകാശ അധികാരമുണ്ട്? അപ്പോഴും പലപ്പോഴും പറയുന്നുണ്ട് ദൈവവിശ്വാസം. പിണറായി വിജയൻ അവിടെ പോയൊന്ന് തൊഴുവോ? അമ്പലത്തിന്റെ മുമ്പിൽ തൊഴുവോ? പണ്ട് നമ്മൾ കണ്ടതാണല്ലേ, വാസവം പോയത് കണ്ടതാണ്. ഇവരൊക്കെയാണ് ഭക്തന്മാര്. പുരോഗമനവാദം. അല്ല, ഇത് പുരോഗമനവാദം അവർ പറയും. ദൈവത്തെ തെറി പറഞ്ഞാൽ, ഹിന്ദുമതത്തെ തെറി പറഞ്ഞാൽ, ക്രിസ്തുമതത്തെ തെറി പറഞ്ഞാൽ, മുഹമ്മദ് നബിയെ തെറി, ഇതൊക്കെയാണ് പുരോഗമനം. എന്നിട്ട് അവര് ചെയ്യുന്ന ഇത്തരത്തിലെ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനും ഇവർ കൂട്ടുനിൽക്കുകയും ചെയ്യും. വൃത്തികേടുകൾക്കെല്ലാം കൂട്ടുനിൽക്കും. കാരണം ഇവരെ കുറ്റപ്പെടുത്തുകയും എന്നാൽ അതേസമയം ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന പണമായിട്ട് സമ്പത്താണ് എന്തും വേണം മേടിക്കാം. ആലോചിക്കരുത്, ഇവരാരും അറിഞ്ഞില്ലെന്ന് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? സർക്കാർ ദേവസ്വം ബോർഡൊന്നും അറിയാതെ ഇത് നടക്കില്ലല്ലോ. അല്ല, ദേവസ്വം ബോർഡ് ചെയ്തെങ്കിൽ കോടതി അറിയാതെയാണ് ചെയ്തിരിക്കുന്നെങ്കിൽ, കോടതിയുടെ ഉത്തരവ് കൂടാതെയാണ് ചെയ്തിരിക്കുന്നെങ്കിൽ, കോടതിയുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ: കളവ്, കൊള്ള. അതിനാരും ഉത്തരം പറയും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും തന്ത്രിയായാലും ആരായാലും ഈ കൊള്ളയുടെ പാർട്ടാണ്. ഇത്തരം രീതികളായിരിക്കും പിണറായിയുടെ പുരോഗമനവാദം. ഈ ഒരു ക്ഷേത്രത്തില് ഇത്രയും നാട്ടുകാർ ശ്രദ്ധിക്കുന്ന ശബരിമലയിൽ നടന്നപ്പം ഇവരുടെ നിയന്ത്രണത്തിലുള്ള മറ്റ് എന്താ നടക്കുന്നത്? എവിടെയാ ഇവര്? ഇവിടെ കഴിഞ്ഞ ദിവസം സിന്ദൂരം ചേർത്ത് ആറന്മുള സിന്ദൂരം ചാർത്തി പ്രതിരോധിച്ചതിന് പോലീസ് ഫോഴ്സാ ചെല്ലുന്നത്. അത് പിരിച്ചുവിടാനായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിനെ സൂചിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് പോലീസ് അങ്ങനെയുള്ള പൂക്കളിടാൻ സമ്മതിച്ചില്ല. അതൊന്നും ഓർത്തോണം. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. ഇവർക്ക് ഭക്തിയല്ല കാര്യം, ഇവരുടെ താല്പര്യങ്ങൾ. ഇവരുടെ താല്പര്യം രാഷ്ട്രീയ താല്പര്യം പോലുമല്ല, സാമ്പത്തിക താല്പര്യങ്ങൾ. ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഇവർക്ക് കാര്യം. അതുകൊണ്ടാണ് പിണറായി വിജയൻ ശബരിമലയിൽ ആകെ സാമ്പത്തിക താല്പര്യം മാത്രം കാണുന്ന പിണറായി സർക്കാർ പറയുന്ന രീതിയിൽ കരും കൊള്ള, അതായത് വൻ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു.
അല്ല നിയമവിരുദ്ധം അല്ല ദേവസ്വം ഹൈക്കോടതിയുടെ അറിവില്ലാതെ ചെയ്തെങ്കിൽ പിന്നെ വേറെ എന്ത് വാക്കാണ് നമ്മൾ പറയുന്നത്? തെറ്റ് പറ്റിയാന്ന് പറയല, അറിയാതെ ചെയ്താന്ന് പറയുമോ? ഹൈക്കോടതി വിധിയൊന്നും അറിയത്തില്ലാതെ ചെയ്താന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുമോ? ഒരിക്കലും പറയാനുള്ള ഇത് മിക്കവാറും പ്രശാന്ത് ഈ എഴുത്തുമായിട്ട് പറഞ്ഞു വിട്ട് കാണും. പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരാണല്ലോ, അയാൾ എഴുത്തുമായിട്ട് വെള്ളാപ്പള്ളിയെ ക്ഷണിക്കാനും സുകുമാരനാരെ ക്ഷണിക്കാനും സതീശനെ ക്ഷണിക്കാനായിട്ട് കല്യാണക്കുറിയായിട്ട് നടക്കുകയാണ് ശബരിമല സംഗമത്തിന്റെ. ആ സമയത്തായിരിക്കണം ചെറുപ്പന്മാരെ ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കാത്ത സമയത്തായിരിക്കും, അല്ലെ പ്രസിഡന്റ് ശ്രദ്ധിക്കാത്ത സമയത്തായിരിക്കും. CPM-ന്റെ തന്നെ ചാവേറുകൾ ഉണ്ടല്ലോ അവിടെ ദേവസ്വം ബോർഡിൽ, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ യൂണിയൻ ഉണ്ട്. ഇത് അവരുടെ എല്ലാം സഹായത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിശദമായ ഒരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ പുറത്തു വരുള്ളൂ. അതിനെതിരായി ഭക്തജനങ്ങളുടെ ആദ്യത്തെ പ്രക്ഷോഭം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും അവിടെ മറ്റൊരു CPM-ന്റെ ഭാഷയിൽ അവിടെ നടത്തുന്ന വിപ്ലവം പോലെ അയ്യപ്പനെ രക്ഷിക്കാനൊരു വിപ്ലവം ഭക്തർ നടത്തേണ്ടി വരും. അല്ല, അവിടെ മൊത്തം CCTV ഉണ്ട്. CCTV വെച്ച് അവിടെ ആരൊക്കെ ചെന്നാൽ കയറി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നേ. അത് ചിലപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ അന്ന് കേടായിരിക്കും CCTV. അതങ്ങനെ വരും. കേരളത്തിലെ പോലീസ് ആകുമ്പോൾ CCTV കേടായി പോകും. ഇപ്പോൾ ദ്വാരപാലകരുടെ വിഗ്രഹം പോയി എന്നുണ്ടെങ്കിൽ ഭഗവാൻ അയ്യപ്പൻ തന്നെ സംരക്ഷിക്കട്ടെ. ദ്വാരപാലകർ അയ്യപ്പനെ സംരക്ഷിക്കുന്നവരാണ്. അവർ പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ അടിച്ചു മാറ്റാം. എന്തെല്ലാം ഇനി കാണേണ്ടി വരും, ഒത്തിരി കാര്യങ്ങൾ കാണേണ്ടി വരും.